ഹായ് ഗായ്സ്, ഹായ് കൊടുക്കൂ, ഹായ് പറയൂ. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നാണ് ധനുമാസത്തിലെ തിരുവാതിര കേട്ടോ. അപ്പോൾ ഈ ധനുമാസ തിരുവാതിര എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര വലിയ ആഘോഷമാണ് കേട്ടോ. ഹായ് പറഞ്ഞേ. ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഭയങ്കര വലിയ ആഘോഷമാണ്. പക്ഷെ ഇവിടെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഈ 3 മണിക്കൊക്കെ നീച്ച് അമ്പലക്കുളത്തിൽ പോയി കുളിക്കും, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഇതാത്തോണ്ടില്ല കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്താ പറയുക, നമുക്ക് തിരുവാതിരയുടെ നൂലുമ്പൊക്കെ ഉണ്ട്. ലൈക്ക് അതെ. അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ തിരുവാതിരയ്ക്കാണ് ഇവിടെ ഒരുമയുടെ വാർഷികം, അതായത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനാണ് അതിൻ്റെ വാർഷികം ഉണ്ടാവാറ്. അതിന് ഡാൻസ് ഒക്കെ ഉണ്ടാവാറ് രാത്രിയായിട്ട് പ്രോഗ്രാം. അപ്പോൾ ഇന്നാണ് ആ പ്രോഗ്രാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇന്നലെ അപ്പം നമ്മൾ രാവിലെ കുളിച്ച് ഇതാ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഏകാദശി ഇപ്രാവശ്യം എനിക്ക് ഏകാദശി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തിരുവാതിരയും ഏകാദശി എടുത്തിട്ടാണ് തിരുവാതിര എടുക്കുക. അത് വേണ്ടിയിടാം. അപ്പം അങ്ങനെ ചെയ്യാറ്. അപ്പം നമ്മളെന്തായാലും ഇന്നാണ് ഡാൻസ്. അപ്പം ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കുറേ സെറ്റ് ആവാനുണ്ട്. അപ്പം അതൊക്കെയാണ്. അപ്പം എൻ്റെ ഡാൻസ് ഒക്കെ എല്ലാവർക്കും കാണിച്ചു തരാം. ബൈ ഗായ്സ്, ബൈ 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 ബൈ. ഓക്കെ, ആമിനെ നാളെ ഡാൻസ് ഇല്ലേ? പറഞ്ഞോട് ആമിയുടെ ഡാൻസ് കണ്ടിട്ട് നാളെ. അപ്പോൾ ഈ കുട്ടി ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഐശ്വര്യനെ നിങ്ങൾക്ക് അറിയണ്ടാവും, ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ നീത്തിയിട്ട് അപ്പോൾ അവളുടെ ഡാൻസ് ഉണ്ട്. പിന്നെ ഇവളുടെയൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വേണം നമുക്ക് വാടകയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാൻ. ആൻഡ് ഒരു ഹായ് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഐശ്വര്യനെ കാണിച്ചിട്ട്. ഐശ്വര്യ ഫുൾ ഇവിടെ ബിസിയാണ്. കാണിച്ചിട്ടാണ്. ഹായ് കാണിക്കൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് ഒരു ഡാൻസ്. അത് ഞങ്ങളിപ്പോൾ ഫുൾ പ്രാക്ടീസ് ആണ്. കാരണം അത് മൊത്തം ഞങ്ങളൊക്കെ മറന്നിട്ടുണ്ട്. അവൾ കണ്ണൂരും ഞാൻ പാലക്കാടും. അപ്പം ഞങ്ങൾ അതിന് പോയ സമയത്ത് അവിടെ നിന്ന് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ മറന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാക്ടീസ് നമ്മൾ ഇന്നലെ രാത്രി മൊത്തം പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പ്രാക്ടീസിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. അപ്പം ഫുള്ള് ഇവിടെ ഡാൻസ് കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഡാൻസിന് ആരാ ഉള്ളതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാലും നമുക്ക് നാളത്തെ ഡാൻസും ഇതും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ കുഴങ്ങി. നാളെ കളിച്ചാൽ മതിയില്ലേ ഗൈസ്. ഒരു 9.5 മിനിറ്റ് എങ്ങാണ് ഞങ്ങൾ ഡാൻസ്. 9.5 മിനിറ്റ് നിർത്താതെ കളിക്കുമ്പോഴേക്കും ഞങ്ങൾ ചത്തു വീഴും. അയ്യോ, ഇനി ഞാൻ എൻ്റെ ഒരു ഡാൻസ് കൊണ്ട് പറഞ്ഞു ആ ഡാൻസിന് രാത്രി പ്രാക്ടീസ് ചെയ്യണം. അയ്യോ, ഹൈ ഗൈസ്. സോ ഇപ്പോഴത്തെ ഭയങ്കര പ്രാക്ടീസാണ് നാളേക്ക് കേട്ടോ. കാണിച്ചു തരാം വീഡിയോ. അപ്പോൾ ഗൈസ്, നാളെ അമ്മേൻ്റെ തിരുവാതിര ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ 2 ഡാൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു ഡാൻസിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് ചത്തിരിക്കുകയാണ്. ഒരു ഡാൻസിൻ്റെ പ്രാക്ടീസും കൂടി നമ്മൾ ചെയ്യാനുണ്ട് കേട്ടോ. അതിൻ്റെ ആൾ വരുന്നില്ല. ബട്ട് നമ്മൾ രണ്ടാമത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡാൻസ് കൂടി ഉണ്ടെന്ന്. അപ്പൊ അതിൽ നമ്മള് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. വാ ഇല്ലു വാ ഇല്ലു വാ. നാണക്കാരി വരുന്നു. ഇല്ലുവിന്റെ ഒപ്പാണ് നമ്മൾ രണ്ടാമത്തെ ഡാൻസ് കളിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് ഡ്രസ്സൊക്കെ സെറ്റാണ്. പക്ഷെ ഇന്ത്യ ഐശ്വര്യ ഡാൻസിന് ഇനി ഡ്രസ്സ് പോയി വാങ്ങണം. നമുക്കത് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ ഈ ഡാൻസ് പ്രാക്ടീസിലാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ എന്തായാലും 2 ഡാൻസിന്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഗൈസ്.
ഗൈസ്, സോ ഫൈനലി നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം പ്രീ പ്രൈമറി പിള്ളേരുടെ കുറച്ച് ഡാൻസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടികളൊക്കെ, പിന്നെ നമ്മുടെ പ്രസംഗമൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ആയിരുന്നു നമ്മൾ ഡാൻസൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നോർമൽ ഡ്രസ്സിലായിട്ട് ഞങ്ങളെല്ലാവരും വന്നത്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വെച്ചിട്ട് അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരുടെയൊക്കെ ഡാൻസിന് മേക്കപ്പ് ചെയ്യാനും ഒക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ തിരുവാതിരയായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ അമ്മേനെ ഒരുക്കാൻ വേണ്ടി പോയി. അമ്മേനെയൊക്കെ ഒരുക്കി അവിടെ എല്ലാവരും ഒരുങ്ങി. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഒരുങ്ങാൻ പോയത്. ഹായ് ഗൈസ്, നേരം കുറേ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോഴാണ് ഡ്രസ്സ് ചെയ്തത് നിൽക്കുന്നത്. ഒരു ഡാൻസ് കൂടി ഉണ്ട്. എപ്പോഴാണ് ഉറങ്ങി കിടന്നിട്ടൊക്കെ കളിക്കാൻ പോണേ. നമ്മുടെയൊക്കെ പരിപാടി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു സോങ് കൂടി കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ സോങ് ഒക്കെ കേട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഇതാ എൻഡ് ചെയ്തു. അപ്പോൾ നമ്മളെന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ പരിപാടിയൊക്കെ എൻജോയ് ചെയ്തു. നമ്മുടെ ഓരോ അടുപ്പിച്ചായിരുന്നു ഡാൻസ്. അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സമയം 2:30 ആയിരുന്നു കേട്ടോ. ഹായ് ഗായ്സ്, സോ നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞു. ഇന്നലെ നമ്മൾ 2:30 ആയിട്ടോ കിടന്നുറങ്ങിയ സമയത്ത്. പിന്നെ നമ്മളിന്ന് രാവിലെ 10 മണിക്കൊക്കെയാണ് നീച്ചത്. എന്തായാലും ഇന്ന് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല. നാളെ നമുക്ക് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ക്ലാസ്സിലൊന്നും പോയില്ല, വയ്യ. അപ്പോൾ എനിക്ക് എന്താ പറയുക, അധികം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ വ്ളോഗിൽ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫസ്റ്റൊക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മളെല്ലാം ലാസ്റ്റൊക്കെ ആയപ്പോൾ എൻ്റെ 2 ഡാൻസ് ഉണ്ടായിരുന്നു, അമ്മയുടെ തിരുവാതിര ഉണ്ടായിരുന്നു. എല്ലാം ഒരു അടുപ്പിച്ചായിരുന്നു. അപ്പോൾ നമുക്കൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് റെഡി ആവുന്നു പോകുന്നു, അങ്ങനെ ഇരുന്നു. പിന്നെ അച്ഛൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ്. അങ്ങനെ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതായിരുന്നു, നമ്മൾ അമ്മേനെ തിരുവാതിരയ്ക്ക് ഒരുക്കാൻ വേണ്ടി പോയി, റെഡിയാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാനും ശ്രുതിയിലേച്ചുള്ള ഡാൻസ് ആയിരുന്നു ഫസ്റ്റ്. അത് ഇവരുടെ തിരുവാതിര കഴിഞ്ഞ് കളിച്ച് അപ്പം തന്നെ വന്ന് ഐശ്വര്യ ഞാനുള്ള ഡാൻസിന് വേണ്ടി റെഡിയായി. പിന്നെ അത് പോയി കളിച്ച്. സത്യം പറഞ്ഞാൽ ഫുള്ള് കളിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞ് ഒട്ടും ഗ്യാപ്പിലാണ് അടുത്ത ഡാൻസ് തന്നത്. അതൊരു 9.5 മിനിറ്റിൻ്റെ രണ്ടാമത്തെ ഡാൻസ്. അപ്പോൾ അത് 9.5 മിനിറ്റ് നിന്ന് അങ്ങ് കളിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഡാൻസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്തായാലും നല്ലതായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ പ്രാക്ടീസും അപ്പോൾ ഡ്രസ്സ് ചെയ്തിടുക, അങ്ങനെ ലൈക്ക് എല്ലാത്തിനും റെഡി ആവണം, ആ ഒരു പ്രിപ്പറേഷൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇപ്പം എന്തായാലും കഴിഞ്ഞു. പിന്നെ സ്നേഹി രേവതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവരെ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരപ്പം തന്നെ എനിക്ക് ഒപ്പിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ ഓടിയിരുന്നു ഓരോന്നിനും. അപ്പം എന്തായാലും എല്ലാവരും വന്നു. ലൈക്ക് നമ്മുടെ ഡാൻസും പ്രോഗ്രാംസും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടും ഇതൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കാൻ പോരുത്. അപ്പോൾ എന്തായാലും നമുക്കിനിയും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ബൈ ഗൈസ്, ബൈ.